ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ കവറായിട്ടാട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വാലൻറ്റൈൻസ് ഡേ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ നെയിം വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, വെഡ്ഡിങ് കാർഡല്ല കേട്ടോ, വെഡ്ഡിങ് കാർഡിൻ്റെ ആ ഒരു കവറാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കവറാട്ടോ. അപ്പോൾ അതിലേക്കൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം മനസ്സിലായതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഹാർട്ട് ഷേപ്പ് കറക്റ്റ് ലെവലാണോ നോക്കാനായിട്ട് സെൻറ്ററിൽ ഇതുപോലൊരു ലൈൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ആ ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തതിൽ. അപ്പോൾ ആ ഒരു ലൈൻ വരച്ചിട്ട് വീണ്ടും ഞാനതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്തൊരു പിക്ചർ വരയ്ക്കുകയാണെങ്കിലും വളരെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് ഡ്രോ ചെയ്യുക. എന്നിട്ടത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ മാത്രം വേണം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കല്ലുപ്പാണ്. അപ്പോൾ ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കി യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് വേസ്റ്റിലേക്ക് കളയാനിട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാലൻറ്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് തന്നെ ചെയ്യാലോ എന്ന് കരുതി. അപ്പോൾ ഇതിൽ കുറച്ച് കരടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് റിമൂവ് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് ഇതിൽ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കല്ലുപ്പിലൊന്നും ഗ്ലൂ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളവും കൂടുതൽ ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടാസ്കിങ് ആയിട്ടുള്ളൊരു പരിപാടിയാട്ടോ ഇത്. നമ്മൾ ബ്രഷിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു കല്ലുപ്പിൽ ഡിപ്പ് ചെയ്യുന്നു, അങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മടുക്കും കേട്ടോ. കാരണം നമ്മൾ ഫെവിക്കോളാണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് പരിപാടി ചെയ്യാൻ ഈ ഒരു സൈഡിൽ ചെയ്തിട്ടോ. അതാണ് ഈ ഒരു വർക്കിൽ എനിക്ക് ഫ്ലോപ്പ് ആയത്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലായത് കേട്ടോ. കാരണം ഓൾറെഡി അത് ഉപ്പാണ്, കണ്ടില്ലേ, ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒലിച്ചു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ പയ്യെ തുണി വെച്ചിട്ട് ഒപ്പി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ഈ ഒരു സമയത്താണ് ഞാൻ ഉദ്ദേശിച്ച ക്രാഫ്റ്റിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് കളറിലെ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പ് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ കവറിൽ തന്നെ ഇതൊരു ഡെക്കോറായിട്ട് സെറ്റ് ചെയ്യാം എന്നാട്ടോ കരുതിയത്. പിന്നെ ഈ ഒരു കവർ ആകെ ചീത്തയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വേറൊരു ട്രിക്ക് ചെയ്യാം. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോർണർ പോർഷൻസൊക്കെ ഞാൻ പോയിൻ്റർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു നനവുണ്ടായ ഭാഗത്ത് വീണ്ടും കളറ് സ്പ്രെഡായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഡ്രൈ ആവാണ്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു കവർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നും ആ ഒരു ഹാർട്ട് ഷേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിനേക്കാളും അടിപൊളി റിസൾട്ടാണ് ചെയ്ത് വന്ന ക്രാഫ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സർഫേസിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ കവർ തന്നെ കീറിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലീഫ് വരുന്ന പാർട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതുപോലെ നമുക്ക് കീറിയെടുക്കണം കേട്ടോ.
ഇത് ഒറ്റ ലെയറിൽ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഇതുപോലെ ഒന്ന് കീറിയെടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഡെക്കിപ്പേജ് ആർട്ടൊക്കെ ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ പീസായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ആവുന്നുണ്ട്. ഇനി ഫെവിക്കോളിന് പകരം നമുക്ക് ഡെക്യുപേജിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്ലൂ വെച്ചിട്ടും സ്റ്റിക്ക് ആവും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ആയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഫെവിക്കോൾ എടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോർണർ പോർഷൻസ് ഉണ്ടല്ലോ, ആ ഒരു പോർഷൻസിലും കൂടി കണ്ടില്ലേ ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ കീറിയെടുക്കാം കേട്ടോ. കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. എക്സ്ട്രാ വരുന്ന പോർഷൻസ് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പാത്രത്തിന് ചുറ്റുമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ പ്ലേറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതുപോലെ കുറച്ച് പുറത്തേട്ട് നിൽക്കുന്ന ഒരു അടപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഷീറ്റ്, അതായത് OHC ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്കിതൊരു ഡെക്കോറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ അതിൻ്റെ അരികൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ല അട്രാക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കളറിലുള്ള കുറച്ച് ലീവ്സ് ആട്ടോ. അപ്പോൾ ഈ ഒരു ലീവ്സ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലീഫ് മാത്രമായിട്ട് വരുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കളയാണ്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലാസ്റ്റാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു സർഫേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പയ്യെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ ലീവ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കാം എവിടെയൊക്കെ വേണം എന്നുള്ളത്. അതിനുശേഷം ആ ഒരു കറക്റ്റ് പോയിന്റിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് കാർഡ് എന്ന് പറയുന്നത് വെഡ്ഡിങ് കാർഡല്ല, വെഡ്ഡിങ് കാർഡിൻ്റെ ആ ഒരു കവറാട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കവറായിരുന്നു, കണ്ടില്ലേ. അതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാനൊക്കെ പറ്റിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലീവ്സ് എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇനി നമുക്ക് വേണ്ടത് ഡെക്യുപേജ് ആർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു മോർഗേജ് ഗ്ലൂ ആട്ടോ. ആ ഒരു ഗ്ലൂ എടുത്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വാർണിഷൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഗ്ലൂ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ വാർണിഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലൂ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ ആ ഒരു വൈറ്റ് വന്നിട്ട് ഒരു പിങ്കിഷ് കളറൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. പക്ഷെ ഇത് ഡ്രൈ ആവുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു തൃപ്തി വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് കളറും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് വാർണിഷ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കണ്ടില്ലേ ആ ഒരു പിങ്കിഷായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ റെഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ പിന്നീട് ഇതേ റെഡ് അടിച്ചു കൊടുത്തു. ഇതല്ലേ കൂടുതൽ ഭംഗി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് OHC ഷീറ്റ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സാധാ ഗ്ലാസ് ഷീറ്റ് ആയാലും മതി കേട്ടോ, അതുകൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡെക്കോറായിട്ട് വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ ഡെക്കോറായിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.